കഴിഞ്ഞ ബഡ്ജറ്റിൽ ആന്ധ്രയെ പരിഗണിച്ചു എന്നായിരുന്നു പരിഭവമെങ്കിൽ ഇപ്പോൾ ബീഹാറിനെ പരിഗണിച്ചു എന്നാണ് പരാതി. ഇവിടെ കേരളത്തിനൊന്നും കിട്ടാതെ പോകുന്നു എന്ന് ആവർത്തിച്ച് ഇവരെല്ലാവരും കൂടി പറയുമ്പോൾ ഇവരാവശ്യപ്പെട്ട 24,000 കോടി രൂപ അത് രൂപയായി കിട്ടിയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, കേരളം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ആശ്രയിക്കുന്ന MSME സെക്ടർ, ആ MSME സെക്ടറിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ള തുകയെ സംബന്ധിച്ചും അത് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലെ സമീപനവും നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഗുണം ചെയ്യുന്നതല്ലേ? കാർഷിക മേഖലയെ സംബന്ധിച്ച് എപ്പോഴും പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷം കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം രൂപയുടെ വായ്പ 5 ലക്ഷമായി ഉയർത്തിയത് നമ്മുടെ കേരള സംസ്ഥാനത്തെ കർഷക സമൂഹത്തിന് ഗുണകരമായി മാറുന്നതല്ലേ? കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1.5 ലക്ഷം കോടി രൂപ പലിശയില്ലാതെ 50 വർഷത്തെ തിരിച്ചടവിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്നതല്ല എന്നാണോ പറയുന്നത്? കേരളത്തിലെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യത്തെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള അനുകൂലമായ സമീപനം കേരളത്തിലെ മത്സ്യമേഖലയ്ക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? പോഷക ആഹാരവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പോഷക സമൃദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമീപനം കിട്ടില്ല എന്നാണോ കരുതുന്നത് കേരളത്തിന്? അതൊക്കെ ശരിയാണ്. നേരത്തെ മുതൽ തന്നെ BJPയുടെ ഈ വിഷയത്തിലുള്ള മറുപടി വാരി വിതറുന്നതിന്റെ വിഹിതം നമുക്കും കിട്ടുമല്ലോ എന്നാണ്. ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്, വാരി വിതറുന്നതിന്റെ വിഹിതം കിട്ടുമല്ലോ എന്നാണ്. ഈ ന്യായവാദം നിങ്ങൾക്ക് എവിടെ പറയേണ്ടി വരുന്നില്ല? ആന്ധ്രാപ്രദേശിലും ഈ ന്യായവാദം ബീഹാറിലും പറയേണ്ടി വരുന്നില്ല. അവർക്കെല്ലാം സവിശേഷമായ പദ്ധതികളുണ്ട്. എന്തുകൊണ്ടാണ് വാരി വിതറുന്നതിന്റെ വിഹിതം ബീഹാറിനും കിട്ടിയാൽ മതി എന്ന് തീരുമാനിക്കാതിരുന്നത്? സ്വാഭാവികമായിട്ടും അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ബഹുമാനനായ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞല്ലോ, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തിന് ചില സവിശേഷമായ പരിഗണനകൾ കൊടുക്കും. അത് കൊടുക്കാറുണ്ട്. അത് NDA സർക്കാർ മാത്രമല്ല, രാജ്യത്ത് UPA സർക്കാർ അധികാരത്തിലിരുന്ന സമയത്തും ഒറ്റയ്ക്ക് കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിലും ഈ നിലയിലുള്ള സമീപനം ബഡ്ജറ്റിൽ മനസ്സിലാവുന്നതാണ്. ശരിയാണ്. സാമൂഹ്യ സൂചികകൾ നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് സവിശേഷമായ സഹായം ചെയ്യേണ്ടി വരും. അവർക്ക് കൊടുക്കുന്നതെല്ലാം കേരളത്തിന് ആവശ്യമില്ല. കേരളം പല നിലയ്ക്കുള്ള വികാസം സാധ്യമാക്കിയ സംസ്ഥാനമാണ്. പക്ഷെ നമ്മൾ ആ സാധ്യമാക്കിയതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു എന്നല്ല ഇപ്പൊ ജോർജ് കുര്യൻ പറയുന്നതിന്റെ മലയാളം. വേണ്ട, എല്ലാം വേണ്ട. ഈ ബീഹാറിന് പ്രളയ നിർമ്മാർജ്ജന പാക്കേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്നില്ലേ പ്രകൃതി ദുരന്തത്തിന്റെ വലിയ കെടുതി? അതിന് നമുക്കും സഹായം തരിക എന്നതല്ലേ സാമാന്യ നീതി? അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഇന്ന് ഈ രാജ്യത്ത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിന്റെ പേരിൽ ഏറ്റവും കെടുതി അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ അനുഭവിക്കുന്നില്ല. അപ്പം നമ്മുടെ സ്പെഷ്യൽ കേസാണ്. ബീഹാറിൻ്റെ ദാരിദ്ര്യാവസ്ഥ എന്ന സ്പെഷ്യൽ കേസ് പോലെ നമുക്കിവിടെ സ്പെഷ്യൽ കേസുകളുണ്ട്. ഈ വയനാട് സ്പെഷ്യൽ കേസാണ്, ഈ അനിമൽ കോൺഫ്ലിക്റ്റ് സ്പെഷ്യൽ കേസാണ്, വിഴിഞ്ഞം സ്പെഷ്യൽ കേസാണ്. ആ സ്പെഷ്യൽ കേസുകൾ പരിഗണിക്കില്ല. പരിഗണിക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ കേസുകൾ മാത്രമാണ് എന്നില്ല. അനീതിയല്ലാതെ മറ്റെന്താണ് സോമൻ?